തെരുവിൽ തമ്മാടികളെ നിൽക്കും പോലീസ് പറഞ്ഞേക്കാം പോലീസായോ നിയമം ഞങ്ങൾ പാലിക്കും പോലീസ് ഇവിടെ CPM ആയ ഓ പുല്ലേ പോടാ പുല്ലേ പോലീസേ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ മാർച്ച് നടക്കുന്നത്. MLA പറയുന്നു കാര്യം ഇവിടെ പറയണം. ഞങ്ങള് ഇന്ന് ഷാഫി പറമ്പിൽ MPയെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് DYFIക്കാർ തടഞ്ഞു. അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക് ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്ദർശിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കിയതുകൊണ്ട് മറ്റു സംഘർഷങ്ങൾ ഇല്ലാതെ പോയി. അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ദുൽഫിക്കർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തിനാണ് നിങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്? അതിന് മറുപടി പറയുന്നത് പോലീസുകാരൻ. ഞങ്ങൾ ഇന്ന് ഈ പ്രകടനം ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം അതാണ്. ഞങ്ങൾ ഷാഫി പറമ്പിലെ തടഞ്ഞതിന് ഞങ്ങൾ ടൗണിലൂടെയാണ് പ്രകടനം നടത്തുക. അവരുടെ DYFIക്കാർക്കെതിരെയാണ് പ്രകടനം നടത്തുക. പക്ഷേ നിങ്ങൾ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം. എന്തിനാണ് ദുൽഫിക്കറിനെ അടിച്ചത്? എന്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ കീ ഊരി നിങ്ങൾ എടുത്തത്? എന്താണ് പ്രകോപനം? എന്ത് പ്രകോപനമായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ? ആര് പറഞ്ഞിട്ട്? ആരുടെ നിർദ്ദേശത്തിന്? പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? CPM-കാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അടിച്ചത്? അത് ഞങ്ങൾക്കറിയണം. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്കറിയണം. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരിക്കും. സുഹൃത്തുക്കളെ, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചക്ക് ബഹുമാന്യനായ MPയെ ഇന്ന് വഴിയിൽ തടഞ്ഞു എന്ന് മാത്രമല്ല, ഒരുപാട് സമരം കണ്ട നാടാണ് നമ്മുടെ കേരളം. ഒട്ടനവധി സമര ആവാസങ്ങൾക്കും നമ്മൾ ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DYFIയും CPM ഒക്കെ നടത്തിയ സമരാഭാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് ഈ സമരാഭാസത്തെ പോലും നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ബഹുമാനപ്പെട്ട MLAയെ തടഞ്ഞു നിർത്തി, MPയെ തടഞ്ഞു നിർത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തെറി വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണോ തെറി, ആ തെറി മുഴുവൻ ഒരു MPയെ വിളിക്കുന്നത് കേരള സമൂഹം, പൊതുസമൂഹം ഇന്ന് കണ്ടത് നമുക്കറിയാം.